ഹായ് സുഹൃത്തുക്കളെ, ഫോറക്സ് ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്ന ട്രേഡിംഗ് റോബോട്ട്സുകളെയും അവ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാമെന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇതിൽ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ട്രേഡിംഗ് റോബോട്ട്സ് അല്ലെങ്കിൽ എക്സ്പെർട്ട് അഡ്വൈസർ അല്ലെങ്കിൽ ബോട്ടുകൾ എന്നൊക്കെ പറയുന്നത്? ഞങ്ങളൊക്കെ ഫോറക്സിൽ ട്രേഡിംഗ് ചെയ്യുമ്പോൾ മാനുവലായി ചെയ്യുന്ന ഒരു പ്രത്യേക സ്ട്രാറ്റജി, ട്രേഡിംഗ് സ്ട്രാറ്റജിയെ ഒരു ലാംഗ്വേജ്, കമ്പ്യൂട്ടർ ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് കോഡ് ചെയ്യുകയും അതിന് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുകയും ട്രേഡിംഗ് എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള കഴിവുള്ള ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയറാണ് യഥാർത്ഥത്തിൽ ഈ ട്രേഡിംഗ് ബോട്ടുകൾ. ട്രേഡിംഗ് ബോർഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമുക്ക് ഉള്ളതെന്ന് നോക്കാം. ഒന്നാമതായി, ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. രണ്ടാമത്, 24 മണിക്കൂറും മാർക്കറ്റ് വാച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ മൂമെൻറ്റ്സും കണ്ടെത്തി, അനുകൂലമായ സാഹചര്യം കണ്ടെത്തി ട്രേഡിംഗ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. മൂന്നാമതായി എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല ഒരു ഉപയോഗമാണ് ഇതിനുള്ളത്. അതിൻ്റെ നമുക്ക് ഉണ്ടാകുന്ന സ്ട്രാറ്റജി ഹിസ്റ്ററി ഡാറ്റ വെച്ച് അനലൈസ് ചെയ്ത് മുഴുവനായിട്ട് അതിൻ്റെ റിസൾട്ടും നമുക്ക് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. പിന്നെ ഉള്ളത് 4, യഥാർത്ഥത്തിൽ ട്രേഡിങ്ങിൽ മുൻ അനുഭവങ്ങളോ കൂടുതൽ നോളജോ ഇല്ലാത്തവർക്കും വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഇത്. അങ്ങനെ വളരെയേറെ ഗുണങ്ങൾ ഇതുകൊണ്ട് നമുക്കുണ്ട്. MT4 അതായത് MT4 പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ബോട്ടുകൾ നോർമലി .ex4 അല്ലെങ്കിൽ .mq4 എന്ന ഫയൽ എക്സ്റ്റൻഷനുകളാണ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. സാധാരണയായി ഒന്നുകിൽ മെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ കിട്ടുന്ന ഏത് വഴിയും കിട്ടുന്ന ഈ ഫയലുകൾ നമ്മൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഡൗൺലോഡ് ചെയ്ത ഈ ഫയൽ നമുക്ക് ഫോൾഡറിൽ സെലക്ട് ചെയ്യുക, സെയിം ഫയലാണ് സെലക്ട് ചെയ്യുക. ഇത് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. കോപ്പി ചെയ്ത് ഈ ഫയൽ MT4 എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു ഫോൾഡറിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്താൽ ഫയൽ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഓപ്പൺ ഡാറ്റ ഫോൾഡർ എന്ന ഒരു ഫോൾഡർ കാണുന്നതാണ്. ഇതാണ് ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോൾഡറാണ്. ഫോൾഡർ ഓപ്പൺ ആക്കിയാൽ ഇതിൽ MQL4 എന്നൊരു അടുത്തൊരു ഫോൾഡർ ഓപ്പൺ ആകുന്നതാണ്. ഈ ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് എക്സ്പേർട്സ്, ഫയൽസ്, ഇമേജസ്, ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ പല ഫോൾഡറുകളും കാണാം. അതിൽ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫോൾഡർ ഈ എക്സ്പേർട്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പേസ്റ്റ് ചെയ്താൽ ഓക്കെ, ഇതിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ പാനൽ വന്നാൽ ഇവിടെ നമുക്കത് ലഭ്യമാകണം. ഇവിടെ കാണുന്നില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്താൽ നമ്മുടെ ബോട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇതാണ് ഈ ബാറാണ്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. MT4 നാവിഗേറ്ററിൽ അണ്ടർ നാവിഗേറ്ററിൽ MT4 അക്കൗണ്ട്സ്, ഇൻഡിക്കേറ്റേഴ്സ്, എക്സ്പേർട്ട് അഡ്വൈസേഴ്സ്,
സ്ക്രിപ്റ്റ്സ്. ഇതിൽ എക്സ്പേർട്ട് അഡ്വൈസറിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ റിഫ്രഷ് ചെയ്തു. അപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ട് നമുക്ക് കാണാം, PU555. അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ എന്ന പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇത് സക്സസ് ആയിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി ജസ്റ്റ് നോക്കാം.